ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ തന്നെ എത്ര പ്രായത്തിൽ ഇത് വരും അങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പോലും ചെറുതിലേ തന്നെ ഇത് വരണമെന്നില്ലല്ലോ. ഏത് ഏജിൽ വേണമെങ്കിലും വരാൻ പറ്റുന്നൊരു രോഗമല്ലേ? ഫെബ്രൈൽ സീഷർ എന്നുള്ളത് 6 മാസം മുതൽ 6 വയസ്സ് വരെയാണ്. അത് ചില അച്ഛൻ്റെയോ അമ്മയുടെ സൈഡിൽ അവർക്കോ അവരുടെ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ജീൻ മ്യൂട്ടേഷൻസ് കാരണം വരുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് കൂടാതെ അടുത്തൊരു ഫാമിലി ഹിസ്റ്ററി കോമൺ ആയിട്ടുള്ളത് ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി എന്നുള്ളൊരു ഗ്രൂപ്പ് വരുന്ന ഒരു അസുഖങ്ങളുണ്ട്. അതൊരു 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ് അത് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ചില ഫാമിലീസിൽ കുറച്ച് കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. അതിന്റെ റീസൺസ് എന്താണ്? അപ്പോൾ ജനിതകമായിട്ടുള്ള മ്യൂട്ടേഷൻസ് ആണ് അതിന് കാരണമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഈ പ്രായമായവർക്ക് വരുമ്പോൾ അത് എത്രത്തോളം വലിയൊരു സങ്കീർണമായിട്ട് മാറും അത്? കാരണം മറ്റ് അസുഖമുള്ളവർ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഈ അവരുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഷുഗർ, പ്രഷർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും കൂടി ഈ ഒരു അസുഖം വരുമ്പോൾ അത് എത്രത്തോളം വലിയ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിരിക്കും? അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പുതിയതായിട്ടൊരു 40 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് ഫിറ്റ്സ് വരുമ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ വേണം. എന്തെങ്കിലും ലവണങ്ങളിൽ ഇലക്ട്രോലൈറ്റ്സ് വരുന്ന ഇംബാലൻസ് വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അത് കൂടാതെ ഫീവർ അല്ലെങ്കിൽ പനിയുടെ കൂടെയാണ് ഈ അപസ്മാരം വന്നത്, അതിനുശേഷം ഫിറ്റ്സ് വന്ന ശേഷം രോഗിക്ക് പൂർണ്ണമായിട്ടും ഓർമ്മ തിരിച്ച് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ബ്രെയിനിനെ ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം, മെനിൻജോഎൻസെഫലൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് പെട്ടെന്ന് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറവായത് കാരണം അങ്ങനെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ ചിലപ്പോൾ ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ ബ്രെയിനിലുണ്ടാകുന്ന ദശ വളരുന്നതിൻ്റെ ഭാഗമായിട്ട് ട്യൂമർ വരുന്നതിൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ ഫസ്റ്റ് ലക്ഷണം തന്നെ ഒരു പക്ഷേ ഫിറ്റ്സ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് നോക്കേണ്ടി വരും. അങ്ങനെയുള്ള പിന്നെ ചിലവർക്ക് സ്ട്രോക്ക് വന്ന ശേഷം ബ്രെയിനിലേക്കൂടെ രക്തോട്ടം നിലച്ച ശേഷം ആ ഇത് ഡാമേജ് ആകുമ്പോൾ അവിടുന്ന് വീണ്ടും സീഷേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. ബ്ലീഡിങ് വന്ന ശേഷം രക്തക്കൊഴൽ ബ്ലോക്ക് ആവുന്നതും രക്തക്കൊഴൽ പൊട്ടി ബ്ലഡ് പുറത്ത് വരുന്ന കണ്ടീഷൻസ് രണ്ടിലും ഫിറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് നിർവചിക്കേണ്ടി വരും. ഇതൊക്കെ ഇപ്പോൾ ഈ ബ്രെയിൻ ട്യൂമറിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞില്ല, അതിന്റെ വേണമെങ്കിൽ ഒരു ലക്ഷണം പോലെ ഇത് വരാനും സാധ്യത ഉണ്ടെന്നുള്ളത്. അത് ഒരു തവണ വരുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അതില്ലല്ലോ. എത്ര തവണ ഇതുപോലെ വരുമ്പോഴാണ് ഇതൊരു ബ്രെയിൻ ട്യൂമറിന്റെ ഒരു സിഗ്നൽ ആണോ അങ്ങനെ നമുക്ക് പറയാൻ? അല്ല, പ്രായമായവരിൽ ഫസ്റ്റ് എപ്പിസോഡ് വരുമ്പോൾ തന്നെ നമ്മൾ അതിനുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലോ എന്ന് റൂൾ ഔട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.